കണ്ണൂർ ചാലക്കുന്ന് മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തുള്ള നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ വലഞ്ഞ് പ്രദേശവാസികൾ. ഹൈവേയുടെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്തിയതിനെ തുടർന്നാണ് ജനങ്ങൾ ആശങ്കയിലായിരിക്കുന്നത്. ഹൈവേയുടെ പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിന്റെ അലൈൻമെന്റിനെ കുറിച്ചും മറ്റും സ്ഥല ഉടമകളോട് സംസാരിച്ചിരുന്നു. പിന്നീട് അധികൃതർ അതിൽ പല മാറ്റങ്ങളും വരുത്തി. അതിനെക്കുറിച്ച് തങ്ങളെ അറിയിച്ചില്ലെന്നും രാവിലെ പ്രവൃത്തി തുടങ്ങുന്ന സമയത്താണ് അറിയുന്നതെന്നും വീട്ടുകാർ പറഞ്ഞു. ഈ പുറകിൽ കാണുന്ന വീട് എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള സ്ഥലവും വീടുമാണ്. അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നേ അറിയിപ്പ് പ്രകാരം ഈ വീടും സ്ഥലവും ഇതിൽ ഉൾപ്പെടാത്ത ഒരു സ്ഥലവും വീടുമായിരുന്നു. അതിനുശേഷം നമുക്ക് തന്നെ ഈ നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഈ സ്ഥലം വീടും പോകുന്നില്ല, പക്ഷേ അതിന് വീട് തൊട്ട് ഈ സർവീസ് റോഡ് കടന്നു പോകുന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. ഈ അറിയിപ്പിന് ശേഷം 2, 3, 4 പ്രാവശ്യം പുതിയ സർവേകൾ ഇതിൻ്റെ മേലെ നടക്കുകയും ഈ 2 ദിവസം മുന്നേ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു പതാക സ്ഥാപിച്ച ഒരു കുറ്റിയോടെ അടിക്കുകയും ഇന്ന് രാവിലെ ഈ പ്രവൃത്തി നടക്കുന്ന കമ്പനിയുടെ ആൾക്കാർ വന്ന് പുതിയ എക്സ്കവേറ്റർ കൊണ്ടുവന്ന് ഇവിടെ പ്രവൃത്തി ആരംഭിക്കുകയാണ് ചെയ്തത്. അതുപ്രകാരമാണ് നമ്മൾ ഈ ഒരു ബൈറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത്. കാരണം ഈ അറിയിപ്പ് പ്രകാരം നമുക്കൊരു അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും തങ്ങൾക്കു നൽകിയ ഉറപ്പിൽ നിന്നും മാറ്റം വരുത്തി സ്ഥലം ഏറ്റെടുത്തു നടത്തിയതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇവർ ആരോപിച്ചു. ബൈപ്പാസ് റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റിന് അവിടുത്താണ് എൻ്റെ വീട്. അതിൻ്റെ ഇപ്പുറം വരെ റോഡ് പണി നടക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ ഇതുവരെ പറഞ്ഞത്. എനിക്ക് രേഖാമുഖാന്തരം ഒന്നും വന്നില്ല ഇതുവരെ. അതിനുശേഷമാണ് ഞാൻ പഴയ വീട് പൊളിച്ചിട്ടാണ് ഇവിടെ പുതിയ വീട് തന്നേരം ഇതിനെപ്പറ്റി യാതൊരു ഒബ്ജക്ഷനും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഇപ്പം 2 ദിവസം മുമ്പാണ് ഇവിടെ ഒരു കുറ്റിയടിക്കലും ഇതെല്ലാം നടന്നത്. നിയമപരമായ നടപടികളൊന്നും സ്വീകരിക്കാതെയാണ് മുൻ നിശ്ചയിച്ച അലൈൻമെന്റിൽ മാറ്റം വരുത്തിയതെന്നും ഇതിനെ തുടർന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുന്നുണ്ടെന്നും പറഞ്ഞു. ഈ കാണുന്ന സ്ഥലമാണ് എൻ്റെ സ്ഥലം. നേരത്തെ 984 ഉള്ളതായിരുന്നു. അതിൽ നിന്ന് 4-5 സെൻറ്റാണ് 25 വർഷം മുന്നേ എക്വയർ ചെയ്ത് പോയത്. അപ്പോൾ അന്ന് അവിടെ വീടുണ്ടായിരുന്നു. ആ വീട് ഞാൻ പൊളിച്ചു കളഞ്ഞു. ഇപ്പം പുതുതായിട്ട് പറമ്പത്ത് ഒരു പുതിയ കുറ്റി കാണുന്നു. അത് അനധികൃതമായ അക്വിസിഷനാണ്. അതിന് യാതൊരു നോട്ടിഫിക്കേഷൻ വിവരവും എനിക്ക് തന്നിട്ടുമില്ല. അതാണ് മെയിൻ. ഇപ്പോൾ കൂടുതലെടുത്ത സ്ഥലത്തിന് വേണ്ടി ആ നടപടിക്രമം പൂർത്തിയാക്കിയതിന് ശേഷം സ്ഥലം ഏറ്റെടുക്കാൻ പാടുള്ളൂ. ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് ആരും കിട്ടിയിട്ടില്ല. സംബന്ധിച്ച് പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ എൻ്റെ വീടാണിത്. പിന്നെ ഇത് പഴയ അളവ് പ്രകാരമുള്ള അനുസരിച്ചിട്ടാണ് ഈ ഇലക്ട്രിക് പോസ്റ്റ് കുഴിച്ചിട്ടത്. അതിനുശേഷം ഇന്നലെ വന്നിട്ട് ഇട്ട കുറ്റിയാണിത്. നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയത് ഇതുവരെയാണ്. ഇതിന് ശേഷമുള്ള കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. ആദ്യ അളവ് പ്രകാരം വീടിനെ ടച്ച് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ അളവ് പ്രകാരം വീടിൻ്റെ നടുക്കൂട്ടിയാണ് സ്ഥലം പോകുന്നതെന്നാണ് പറഞ്ഞത്. അതും ഒരു ഇൻഫർമേഷനും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ നിർമ്മാണ കമ്പനി വന്നിട്ടാണ് പറയുന്നത് നിങ്ങളെ വീട്ടിൻ്റെ നടുക്കൂട്ടിയാണ് പോകുന്നത് എന്ന്. എന്നിട്ട് മാർക്ക് ചെയ്തതാണ് ഇത്. അത് അന്നിട്ട് പിന്നെ വേറൊരു ദിവസം വന്നിട്ട് പറഞ്ഞു നമുക്ക് വീട് വേണ്ട, വീടിന് പൈസ തരാൻ പൈസയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നെ ചേറ് അതിനുശേഷം പറഞ്ഞു വീട് വേണ്ട, നമുക്ക് സൈഡിലൂടെ സ്ഥലം മാത്രം മതി എന്നാണ് പറഞ്ഞത്. സിറ്റി ന്യൂസ്, കണ്ണൂർ.